അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു മിനി വ്ളോഗാണ്. നമുക്കൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. ഇതിപ്പം ഞാൻ അനഘാഷായിയുടെ കൂടാണ് പോകുന്നത്. ഞങ്ങളൊരു ബൈക്കിലാണ് പോകുന്നത്. കുറച്ച് ദൂരമൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ പോകുന്ന വഴി, അവളുടെ വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് കുറേ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വരാൻ കുറച്ച് പാടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു വിധം അവിടുന്ന് താഴെ വീഴാതൊക്കെ എത്തി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അനഘാഷാജി പിന്നെ ഒരു പ്രോ ഡ്രൈവർ ആയതുകൊണ്ട്, അല്ല, പ്രോ റൈഡർ ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല. അങ്ങനെ അവൾ എന്നെ ഒരു വിധത്തിൽ അവിടെ എത്തിച്ചു. ഒന്നാമത് ഈ സാരിയൊക്കെ ഉടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നതേ. അപ്പോൾ ഈ ഒരു സൈഡ് തിരിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഞങ്ങൾ രണ്ടുപേരോട് ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഈ വെള്ളം വഴിയിലുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. കുറച്ച് ദൂരമുണ്ട് അവളുടെ വീട്ടിൽ നിന്ന്. വെള്ളം നല്ല, റോഡിലൊക്കെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് ഗൈസ്. നമ്മൾ പോകുന്ന അമ്പലം മണ്ണാർശാലയാണ്. അവിടെ നമ്മൾ അകത്തേക്ക് കൊടുക്കാൻ ചന്ദനത്തിരിയൊക്കെ വാങ്ങി. ഇതാണ് അമ്പലത്തിൻ്റെ സൈഡാണത്. അങ്ങനെ ഞങ്ങളവിടെ സാധനമൊക്കെ വാങ്ങി നിന്നിട്ട് പിന്നെ പതുക്കെ അമ്പലത്തിലേക്ക് കയറാനുള്ള ഒരു ഇതിലായിരുന്നു. അങ്ങനെ അമ്പലം, ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം. ഇവിടെ നിന്ന് ദർശനം അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്. ഇതുവഴി കയറിയിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് അമ്പലം നമ്മൾ തൊഴുതിറങ്ങിയിട്ട് നമ്മളിങ്ങനെ വരുമ്പോൾ അവിടെ ഇങ്ങനെ കുറേ മരങ്ങളും അങ്ങനെ കുറേ ഉണ്ട്. ഇവിടെയൊക്കെ തൊഴാനുള്ള ഓരോ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതൊക്കെ ഇങ്ങനെ കണ്ട് ചെറുതായിട്ടിങ്ങനെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് നമ്മളിങ്ങനെ പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതാണ് അനഘാഷാജിയുടെ സാരി. ഇതായിരുന്നു അവളുടെ സാരി. അവൾക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെയാണ് അവൾ പറഞ്ഞത്. ഇനിയിപ്പം നമ്മൾ ഇവിടെ ഓൾറെഡി എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ എത്തുന്നതിന് മുന്നേ വരെ അവൾ പറഞ്ഞത് അവൾ എടുത്തോളം വ്ളോഗെന്നാണ്. അവിടെ ചെന്നപ്പോൾ അവൾ എന്ത് പറയാ, നീ എടുത്തോ, എനിക്ക് നാണമാണെന്ന്. ഈ കാണുന്നതാണ് അവിടുത്തെ ആമക്കുളം. ഇവിടെ ഇപ്പം മഴയൊക്കെ പെയ്ത് കലക്കലായതുകൊണ്ടാണ് ആമയൊന്നും കാണാൻ പറ്റാത്തത്. ഇതിനുള്ളിൽ നിറയെ ആമകളാണ്. ഈ മഴയൊക്കെ പെയ്തിരിക്കുന്നതുകൊണ്ട് ഇത് ഫുൾ കാടാണ്. അതുകൊണ്ട് നമുക്ക് നല്ല രസമാണ് അതിൽ പോകാൻ. ഒന്നാമത് ഇപ്പോൾ ഈ മഴയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയാണ് നടക്കാൻ. പക്ഷെ മഴ പെയ്താൽ കൊള്ളില്ല കേട്ടോ. വെയിലില്ലാത്തത് കൊണ്ട് നല്ലതാണ്. നല്ല തണുപ്പും ഇങ്ങനെ ചെറിയ ഇലകളിലൊക്കെ വെള്ളവും അങ്ങനെയൊക്കെ. പിന്നെ നല്ല മഴ പെയ്തു. ഞങ്ങളൊരു കടയിൽ കയറി ഇങ്ങനെ നിൽക്കുകയാണ് അമ്പലത്തിലുള്ള. അവളിങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നല്ല മഴ. ഇതിപ്പോൾ മഴ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമുക്ക് അവിടെ മാറി നിൽക്കാൻ പറ്റുമായിരുന്നു. ഞാൻ അവളുടെ അടുത്ത് ഓൾറെഡി പറയുകയും ചെയ്തു നമുക്ക് അവിടെ പോയി നിൽക്കാമെന്ന്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല, നമുക്കിവിടെ തന്നെ നിൽക്കാം, മഴ ഇപ്പം മാറുമെന്ന്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നപ്പോഴത്തേക്കിനും മഴ നന്നായിട്ട് കൂടി. പിന്നെ കാറ്റായി. ഇത് നമ്മൾ നിന്ന കടയാണ്. അങ്ങനെ കട ഇങ്ങനെ നോക്കിയൊക്കെ നിന്ന് കുറേ നേരം കഴിഞ്ഞ് അനഘാഷാജി ഒരു മോതിരം അങ്ങ് വാങ്ങി. ഇപ്പം അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്തിട്ടിരിക്കുവാണ് അവൾ. ആ പേയ്മെൻറ്റ് അപ്പം ചെയ്തു. അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു മോതിരമാണെന്ന് പറഞ്ഞിട്ട് അതെടുത്തു. അപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മഴയാണ് കേട്ടോ. പിന്നെ നമ്മളവിടെ കുറച്ച് നേരം കൂടെ ഒക്കെ നിന്ന് ഞാനൊരു 10 വട്ടെങ്കിലും പറഞ്ഞു നമുക്കെങ്കിൽ അങ്ങോട്ട് നീങ്ങിക്കാം. പക്ഷേ അവിടെ നല്ല മഴയാണ്. നിന്ന് കഴിഞ്ഞാൽ നിന്ന് പോയില്ലേ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടെ ഒക്കെ അവിടെ നിന്നു. പിന്നെ ഫ്രണ്ടിൽ വന്നു മഴ തോന്നപ്പം. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പതുക്കെ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി. നല്ലൊരു ദിവസമായിരുന്നു. നന്നായിട്ട് തൊഴാൻ പറ്റി. ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നന്നായിട്ടൊക്കെ തൊഴുതു. മഴ ഉണ്ടായിരുന്നെങ്കിലും നല്ലതായിരുന്നു. അങ്ങനെ ഇത്രയേ ഉള്ളൂ. അവൾക്കൊരു ഫോൺ വന്ന് അവൾ പോയി. അപ്പം അതാ ഞാൻ പറഞ്ഞത്, നല്ലതായിരുന്നു. നല്ല രസമായിരുന്നു. നന്നായിട്ട് തൊഴാൻ പറ്റി. പിന്നെ മഴയുടെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ബൈ. ബൈ.